മസാല വഴറ്റി സമയം കളയാതെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു ത്രെഡ് ചിക്കൻ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ത്രെഡ് ചിക്കൻ റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിതിലേക്ക് വേണ്ട ചിക്കനാണ് മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 100 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഇതിലേക്ക് വേണ്ട മസാല പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരല്പം സോയ സോസ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെയാണ്. ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ത്രെഡ് ചിക്കനിലേക്ക് വേണ്ട ത്രെഡ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇതുപോലെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 10 സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ ചെറിയ ചെറിയ തിന്ന് ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നല്ല തിന്നായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇത് നമ്മൾ 3 പീസായിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ സമൂസ ഷീറ്റിൻ്റെ ത്രെഡിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിലെല്ലാം തന്നെ ആദ്യം കോട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഫുള്ളായിട്ട് കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിലൊരു പാൻ വെച്ച് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ത്രെഡ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇട്ട് കൊടുത്ത് ജസ്റ്റ് 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.